അത്ഭുതം തന്നെ. അള്ളാന്റെ ഹറമ് വല്ലാത്ത അത്ഭുതം തന്നെ. ഓ ഉത്ബത്തെ, നീ കണ്ടില്ലേ ആ ചെന്നായുടെയും പുള്ളിമാന്റെയും നൃത്തം എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ അത്ഭുതം രേഖപ്പെടുത്തിയപ്പോൾ അപ്പൊ ആ ചെന്നായ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇവരോട് സംസാരിച്ചു. ഇങ്ങക്ക് ഇതാണോ അത്ഭുതം? ഇതിനേക്കാൾ വലിയ ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരട്ടെ. ചെന്നായ സംസാരിക്കാം. സുബ്ഹാനല്ലാഹ്, ഇബ്നു യതകല്ലമു, ചെന്നായ സംസാരിക്കേ. അപ്പൊ എന്താ ചെന്നായ സംസാരിക്കുന്നത്? അബൂ സുഫിയാൻ എന്താ ചെന്നായ സംസാരിക്കുന്നത്? ഇതിനേക്കാൾ വലിയ ഒരു അത്ഭുതമുണ്ട്. എന്താ അത്ഭുതം? മുഹമ്മദുർ റസൂലുള്ളാഹി യദ്ഉകും ഇലൽ ജന്ന വഅൻതും തദ്ഉനഹു ഇലൻ നാർ. മുഹമ്മദ് നബി ഈ രാജ്യത്ത് നിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുക, നിങ്ങൾ മുഹമ്മദ് നബിനെ നരകത്തിലേക്കും വിളിക്കുക. ഇതിനേക്കാളും വലിയ അത്ഭുതം ചെന്നായ ചോദിച്ചു. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ. അള്ളാഹു എന്തിനാണ് അമ്പിയാക്കളെ അയച്ചത്? നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയ്ക്ക് അവർ മധ്യവർത്തികളാണ്, അവർ മാതൃകാ പുരുഷന്മാരാണ്, അവർ ശുപാർശകരാണ്. ആ മധ്യവർത്തികൾ മുഖേനയാണ് നമുക്ക് അള്ളാഹിനെ മനസ്സിലാക്കേണ്ടത്. അതിന് അള്ളാഹു തആല അവർക്ക് കഴിവ് കൊടുത്തു. ആ കഴിവുകളെയാണ് അമാനുഷികത, മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഈ മുഅ്ജിസത്തുകൾ കാണിച്ചുകൊണ്ട് ഓരോ അമ്പിയാക്കളെ കാലഘട്ടത്തിലും ആവശ്യമായപ്പോൾ അവരത് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹു ഭൂമിയിൽ നിലനിർത്തിയതും സ്ഥാപിച്ചതും എങ്ങനെയെന്നതിന്റെ റൂട്ട്, അടിത്തറ നമ്മൾ മനസ്സിലാക്കാം. ഒറ്റ റൂട്ടേ ഉള്ളൂ. അതെങ്ങനെ? ഉടമസ്ഥനായ അള്ളാഹ്, അടിമകളായ നാം, നമ്മുടെ ഇരുകൂട്ടരുടെയും ഇടക്ക് അള്ളാഹു നിശ്ചയിച്ച മാതൃകാ പുരുഷന്മാർ, അവരിൽ 1,00,000 വരുന്ന അമ്പിയാക്കൾ, 1,00,000-ൽ പരം വരുന്ന അമ്പിയാക്കൾ, അവരിൽ ഏറ്റവും പ്രധാനികളായ 313 മുർസലീങ്ങൾ, ഖുർആൻ പേര് പറഞ്ഞ 25 ആളുകൾ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഉലുൽ അസ്മുകൾ 5 ആളുകൾ, അവരിൽ ഏറ്റവും ഉത്തമർ മുഹമ്മദ് മുസ്തഫ. ഓ സഹോദരങ്ങളെ, മൗദൂദിയുടെ മതം വേറെയാണെന്ന് ഞാൻ പറഞ്ഞത്. മൗദൂദി സാഹിത്യം പച്ച മലയാളത്തിൽ എഴുതാൻ എന്താ എഴുതുന്നത്? മക്ക എന്ന മണൽ ഭൂമിയിൽ ആമിന എന്ന പെണ്ണിനും, ആമിന എന്ന സ്ത്രീക്കും, അബ്ദുള്ള എന്ന പുരുഷനും ജനിച്ച സാധാരണ കുട്ടി മുഹമ്മദ്. എന്താ എഴുതുന്നത്? പച്ച മലയാളത്തിൽ എഴുതാം. മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുക. അങ്ങനെ മക്ക മണലാരണ്യത്തിൽ ആമിന എന്ന സ്ത്രീക്കും അബ്ദുള്ള എന്ന പുരുഷനും സാധാരണ ജനിച്ച മുഹമ്മദ്. എന്തിനാ ഇത്രയൊക്കെ വിശദീകരണം? ആമിന എന്ന് പറഞ്ഞ പെണ്ണാന്ന് ആർക്കധികാരത്തിൽ? എടോ, പ്രസവപാട് എന്ന് പറഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് എന്ന് വേറെ ഇതൊക്കെ പ്രസവപാട് എന്ന് എഴുതിയാൽ എല്ലാവർക്കും മനസ്സിലാവില്ല, അവർ സ്ത്രീകൾക്കാണ്. പിന്നെ ഇതിനപ്പുറത്ത് വേറൊരു കോഡ്, സ്ത്രീകൾക്ക് മാത്രം. ഇതിന്റെ ആവശ്യമുണ്ടോ? എന്താണ് ഈ എഴുത്തിന്റെ അർത്ഥം? അബ്ദുള്ള എന്ന സ്ത്രീക്കും പുരുഷനും ആമിന എന്ന പെണ്ണിനും മക്കത്ത് സാധാരണ ജനിച്ച. എന്തിനാണത് എഴുതുന്നത്? മുഹമ്മദ് നബി എന്നൊരാൾ ജനിച്ചിട്ടില്ല, അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ പേര് മൗലിദ് വേണ്ട, മുഹമ്മദ് നബിയുടെ പേര് സലാത്ത് വേണ്ട, മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ആദരിക്കേണ്ട, സാധാരണ ആളാണ് ജനിച്ചത്. ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മൗദൂദിയുടെ മതം ശ്രമിക്കുന്നത്. ആ മതം, ആ ആശയം വിശുദ്ധ ഇസ്ലാമുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല, ലോകത്തൊരു മുസ്ലിം മതം അംഗീകരിക്കുന്നതുമല്ല. ഇസ്ലാമിന്റെ ഗ്രൗണ്ടിൽ കഴിഞ്ഞുപോയ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്ക് തങ്ങൾ, അള്ളാഹു കൊടുത്ത് ദർജയേറ്റി കൊടുക്കണം. മർഹൂം പാലക്കാട് PMS പൂക്കോയ തങ്ങൾ, അള്ളാഹു ദർജയേറ്റി കൊടുക്കണം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ്, അള്ളാഹു ദർജയേറ്റി കൊടുക്കണം. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന നമുക്കറിയുന്ന ആലിമീങ്ങളെയും സയ്യിദന്മാരെയുമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചപ്പുറത്തേക്ക് എണ്ണിക്കോ. മമ്പുറം തങ്ങൾ, അള്ളാഹു കൊടുത്ത് ദർജയേറ്റി കൊടുക്കട്ടെ. അങ്ങനെ നോക്കാം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ, അങ്ങനെ നോക്കാൻ ഇമാം ഷാഫി തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരൻ ഇമാം ഷാഫി, ഇമാം നവവി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ആയിരക്കണക്കായ ഇമാമുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും മൗദൂദിയുടെ മതത്തെ അംഗീകരിക്കുന്നവരല്ല, വഹാബിയുടെ മതത്തെ അംഗീകരിക്കുന്നവരല്ല, ഖാദിയാനിയുടെ മതത്തെ അംഗീകരിക്കുന്നവരല്ല, ചേകനൂരിന്റെ മതത്തെ അംഗീകരിക്കുന്നവരല്ല. പ്രിയപ്പെട്ട കുട്ടികളെ, ചെറുപ്പക്കാരികളെ, സഹോദരിമാരെ, അടിത്തറയിലേക്ക് ഇറങ്ങുന്ന ആയത്തിൽ ചിന്തിക്കണം. ഇത് രാഷ്ട്രീയമല്ല, ഇത് ഭൗതിക കാര്യങ്ങളല്ല, ഇന്നൊന്നിനും നാളെ മറ്റൊന്നിനും നിൽക്കാനുള്ളതല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ ആഖിറം രക്ഷപ്പെടുന്ന ഈമാൻ അത് നിങ്ങൾ പഠിക്കും. നബി മുഹമ്മദ് റസൂലുള്ളാഹ്
അപ്പോ അമ്പിയാക്കൾ മുഖേന ഈ രൂപത്തിൽ അല്ലാഹു അത് പ്രചരിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ മക്കത്തുൽ മുക്കറമയിലും മദീനയിലുമായി ജീവിച്ചിരിപ്പുള്ള കാലം കേരളത്തിന് വലിയ സന്തോഷമുണ്ട്. എന്താണ്? നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു തറവാട് രാജാവ്, കേരളത്തിലെ ഒരു പ്രമുഖ രാജകുടുംബാംഗം, കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന രാജാവ് ചേരമാൻ പെരുമാൾ, അദ്ദേഹം കച്ചവട സംഘമായി ഇവിടെ വന്ന അറബികളെ പരിചയപ്പെട്ടു. ആദം മല സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന അറബികളെ പരിചയപ്പെട്ടു. അവരിൽ നിന്ന് മുഹമ്മദ് നബിയെ പറ്റി കേട്ടു. ആദം നബി അലൈഹിസ്സലാം ആ കച്ചവട സംഘത്തിൽ നിന്ന് പഠിച്ച മുഹമ്മദ് നബി, ആദം നബി അലൈഹിസ്സലാമിന്റെ മല കാണാൻ വേണ്ടി പോകുന്ന അറബി സംഘത്തോട് പഠിച്ച മുഹമ്മദ് റസൂലുള്ളാഹ്, അവരൊക്കെ പറ്റി പഠിച്ചപ്പോൾ കേരളത്തിലെ കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന രാജാവ് ചേരമാൻ പെരുമാൾ അദ്ദേഹം അറബ് സംഘത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊപ്പം മക്കയിൽ വരട്ടെ, എനിക്കൊന്ന് മുഹമ്മദ് നബിയെ കാണാം. സുബ്ഹാനല്ലാഹ്. രാജാവ് യാത്രക്കൊരുങ്ങി. അറബ് സംഘത്തോടൊപ്പം രാജാവ് യാത്രക്കൊരുങ്ങി. എല്ലാവിധ ഒരുക്കത്തോടു കൂടെ അറബി സംഘത്തിനൊപ്പം ചേരമാൻ പെരുമാൾ മക്കത്തുൽ മുക്കറമയിലെത്തി. മക്കത്തുൽ മുക്കറമയിലെത്തി നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെ നേരിൽ കണ്ടു. റസൂലുള്ളാഹിയുടെ സ്വഭാവം, റസൂലുള്ളാഹിയുടെ പെരുമാറ്റം, റസൂലുള്ളാഹിക്കുള്ള അവസ്ഥ, ഇതൊക്കെ നേരിൽ മനസ്സിലാക്കിയ ചേരമാൻ പെരുമാൾ റസൂലുള്ളാഹിയുടെ തിരുമുഖത്തിരുന്നുകൊണ്ട് അവിടത്തെ കൈപിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് ഷഹാദത്തി കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു. താജുദ്ദീൻ റളിയല്ലാഹു അൻഹു, അല്ലാ മനസ്സിലാക്കുന്നത്, ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു കേരളത്തിൽ നിന്നൊരു രാജാവ് സ്വഹാബിയായിട്ടുണ്ട്. അത് കേരളത്തിലെ പുതിയ ഇസ്ലാം പറയുമ്പോൾ ഒന്ന് ആലോചിക്കാം. കേരളത്തിൽ ഇസ്ലാം മിഞ്ഞാന്ന് വന്നതല്ല, കേരളത്തിൽ ഇസ്ലാം കാറ്റിന് വന്നതല്ല, കേരളത്തിലെ ഇസ്ലാം അടിയിൽ നിന്ന് മുളച്ചു പൊന്തിയതല്ല, കേരളത്തിൽ ഇസ്ലാം സ്വയംഭൂവായതല്ല. ഇസ്ലാമിക പാരമ്പര്യം തങ്കലിപികളാൽ രേഖപ്പെട്ട ചരിത്രമുണ്ട് ഇസ്ലാമിന് കേരളത്തിൽ. ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ അവിടെ ചെന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ റളിയല്ലാഹു, ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്ന് ഒരു സ്വഹാബി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യം അതാണ്. എന്നിട്ടോ റസൂലുള്ളാഹിന്റെ കൂടെ വർഷങ്ങൾ ബഹുമാനപ്പെട്ടവർ താമസിച്ചു. അപ്പൊ നബിതങ്ങൾ പല ഭാഗത്തേക്കും ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി കത്തുകൾ അയക്കുന്ന ഒരു ഭാഗത്ത് രാജാക്കന്മാർക്ക്, വേറൊരു ഭാഗത്തേക്ക് സ്വഹാബാക്കളെ പറഞ്ഞയക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ താജുദ്ദീൻ തങ്ങൾ പറഞ്ഞു, നബിയെ, എന്റെ നാട്ടിലേക്ക് ഇസ്ലാം മത പ്രചരണത്തിന് കുറച്ച് ആളുകളെ അയച്ചാൽ ഞാൻ അവിടെ സ്വാധീനവും കാര്യമൊക്കെ ഉള്ള ആളാണ്. ഇവരൊന്ന് വരുന്ന ആളുകൾക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ അവിടെ പ്രചരിപ്പിക്കാൻ ഞാൻ എന്റെ നാട്ടിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചു. താജുദ്ദീൻ സ്വഹാബി നാട്ടിലേക്ക് പോരാൻ ഒരുങ്ങുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കൂടെ പോരാൻ തയ്യാറായി റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കൾ തയ്യാറായ കൂട്ടത്തിലെ നേതാവ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു, കൂടെയുള്ളത് മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അവർ പോരാനൊരുങ്ങി. അപ്പൊ അവരെ കൂട്ടത്തിൽ വലിയ ആളുകൾ 12 ആള്. എത്ര ആള്? 12 ആള്. അവര് പോരാനൊരുങ്ങിയപ്പോൾ അവരുടെ ഉമ്മ, ഭാര്യ, മകള്, മകന്, മക്കൾ എല്ലാം കൂടി ഒരുങ്ങി. അവരൊക്കെ സ്വഹാബാക്കളാണ്. അവരൊക്കെ ഇസ്ലാമിന്റെ മുത്ത് മാണിക്യങ്ങളാണ്. അവരൊക്കെ പോരാനൊരുങ്ങി. സുബ്ഹാനല്ലാഹ്. മദീനയിൽ നിന്ന് അവർ പുറപ്പെടുമ്പോൾ 44 ആളുകളായി.